എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡ് ബാഗ് തയ്ച്ചെടുത്താലോ. കാണാൻ നല്ല ഒരു ലുക്കുമാണ്, എന്നാൽ പെട്ടെന്ന് തയ്ച്ചെടുക്കാനും പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ബാഗാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബാഗ് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബാഗ് തയ്ക്കാനായിട്ട് ഉള്ള തുണിയാണ് ഈ എടുത്തിരിക്കുന്നത്. ഈ പിങ്ക് കളർ വരുന്ന തുണിയെ കൂടത്തിൽ നമുക്കൊരു ലൈനിങ്ങും കൂടെ വേണം. അപ്പം ബ്ലാക്ക് കളർ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ബാഗിൻ്റെ ഉള്ളിൽ ലൈനിങ് ഏതായാലും കുഴപ്പമില്ല, അറിയാൻ പറ്റത്തില്ല. പിന്നെ ഒരു സ്ക്വയറായിട്ട് കുഞ്ഞൊരു പീസ് തുണിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനിങ്ങും നമ്മുടെ ഈ ബാഗ് തയ്ക്കാനുള്ള തുണി എത്ര ഇഞ്ച് നീളമാണ്, എത്ര ഇഞ്ച് വീതിയാണെന്ന് പറയാവേ. അപ്പോൾ ഈ ബാഗ് തയ്ക്കാനുള്ള തുണിയുടെ നീളം എടുത്തിരിക്കുന്നത് 26 ഇഞ്ച് നീളമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ വീതി നോക്കാം കേട്ടോ. ഇതിൻ്റെ വീതി വന്നിട്ട് 16 ഇഞ്ച് വീതിയാണ് വരുന്നത്. ഇത് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ലൈനിങ് തുണിയും നമ്മുടെ ബാഗിൻ്റെ തുണിയും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഇതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് തയ്ക്കണം. അത് കുറച്ച് സ്ഥലം ഒന്ന് ഓപ്പൺ ആക്കി ഇട്ടിട്ട് 4 സൈഡും ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ തുണിയിൽ 4 സൈഡും തയ്ച്ചിട്ട് ആ കുറച്ച് ഓപ്പൺ ആക്കിയ ഭാഗത്തൂടെ നല്ല വശമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ കുറച്ച് ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യുക, അവിടെ ഒന്ന് നേരെ തയ്ച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് രണ്ടായിട്ട് മടക്കാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കിയിട്ട് അവിടെ ഒന്ന് ചോക്കും കൊണ്ട് നേരെ ഒന്ന് അടയാളം ചെയ്യാം. ഇതുപോലെ ഒന്ന് അടയാളം ചെയ്യാം. ഇതുപോലെ അടയാളം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? കട്ട് ചെയ്ത് വെച്ച് ആ ചെറിയ പീസ് തുണി ഉണ്ടല്ലോ, ആ ഒരു തുണി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ 4 സൈഡും ആദ്യം ഒന്ന് തയ്ച്ചെടുക്കണം. ഈ കാണിക്കുന്ന പോലെ 4 സൈഡും ഒന്ന് തയ്ക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്തെടുക്കാനുള്ളത്. അതിന് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ നമ്മളിങ്ങനെ ചുരുക്കി ഇങ്ങനെ എടുക്കുവേ, ഈ ഒരു തുണിയുടെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന്. എന്നിട്ട് നമ്മൾ ആ സ്ക്വയറായിട്ട് തയ്ക്കണം എന്ന് പറഞ്ഞ തുണി 4 സൈഡും തയ്ച്ചിട്ട് നടുക്ക് ഭാഗത്ത് വെച്ച് അത് തയ്ച്ച് വെക്കും കേട്ടോ. അപ്പോൾ ആ സ്ക്വയറായിട്ട് ആ തുണി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ അങ്ങ് ചുരുക്കി എടുക്കുകയാണ് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മുടെ ബാഗിൻ്റെ തുണിയെ. എന്നിട്ട് നമ്മൾ ആ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത തുണി എടുത്ത് ഇങ്ങനെ വെക്കണേ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ മടക്കിയിട്ട് ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത തുണി നേരെ അങ്ങ് തയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് അങ്ങ് തയ്ച്ച് വെക്കണം. നമുക്ക് ഇതിങ്ങനെ രണ്ടായിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക. ഇതുപോലെ മടക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ 2 സൈഡിൽ നിന്ന് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ട് താഴോട്ടങ്ങ് ക്ലോസ് ചെയ്താൽ കുറച്ച് ഭാഗം ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് മേളിൽ നിന്ന്. അവിടെ നിന്ന് നേരെ താഴോട്ട് ഒരു സൈഡ് ആദ്യം തയ്ക്കുക. അതിനുശേഷം അടുത്ത സൈഡും അതേപോലെ തന്നെ കറക്റ്റായിട്ട് കുറച്ച് ഓപ്പൺ ചെയ്തിട്ടിട്ട് ബാക്കി താഴോട്ട് തയ്ക്കണം. അപ്പോൾ അത്രയും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് ഓപ്പൺ ഇട്ടിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ക്ലോസ് ചെയ്ത ഭാഗം തമ്മിൽ ഇതുപോലെ എടുക്കുക, ഒരുപോലെ എടുക്കുക. ഇങ്ങനെ താഴ്ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇനി താഴെ വശം ഇതുപോലെ നേരെ അങ്ങ് തയ്ച്ച് വെക്കുക. അപ്പോൾ താഴ്വശം നമ്മൾ നേരെ തയ്ച്ചിട്ടുണ്ട്. ആ താഴ്വശം നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് എടുത്ത് പിടിച്ചിട്ട് 2 സൈഡിൽ നിന്ന് ഏകദേശം ഒരു ഇഞ്ച് താഴ്ചയിൽ ഇതുപോലെ നേരെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ. 2 കോണും ഇങ്ങനെ എടുത്തിട്ട് 2 സൈഡ് ഇതുപോലെ നേരെ തയ്ക്കുക. അപ്പോൾ അത്രയും കൂടെ ഒന്ന് ചെയ്യാം.
അടിപൊളി ബാഗല്ലേ, ഇതാ സിമ്പിളായിട്ട് തയ്ച്ചെടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഇതുപോലത്തെ ഒരു ബാഗ് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാഗാണ്. കാണുമ്പോഴും ഒരു വെറൈറ്റി ഇല്ലേ, ഇത് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തെ ഈ ഒരു മോഡലിലിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഹാൻഡ് ബാഗ് ആരും തയ്ച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ഡിസൈനുള്ള തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.